അമ്മ എന്നെ സ്കൂളിൽ ക്ലാസ് പി ടി മീറ്റിംഗ് ഉണ്ട് 3 മണിക്ക്, ഓർമ്മയില്ലേ? അയ്യ മോളെ, അമ്മയ്ക്കിന്ന് ഒരുപാട് പണിയുണ്ടല്ലോ. ഇന്ന് അച്ഛൻ വരട്ടെ. അച്ഛനോ? അച്ഛൻ വരണ്ട അമ്മേ. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ വന്നിട്ട് എല്ലാവരും ഞൊണ്ടീൻ്റെ മോളെന്ന് പറഞ്ഞിട്ട് എന്നെ കുറേ കളിയാക്കി. അമ്മ വരുന്നില്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുന്നില്ല. അങ്ങനെയൊന്നും പറയല്ല മോളെ, അച്ഛൻ കേട്ടാ അച്ഛന് വിഷമാവും. അച്ഛൻ്റെ മാഷന്മാരോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയില്ല. അച്ഛനെന്തെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടോ അമ്മേ? അങ്ങനെയൊന്നും പറയല്ല മോളെ, മോക്ക് വേണ്ടിയിട്ടല്ലേ അച്ഛൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ. അമ്മ വരെ ഞാൻ സ്കൂളിൽ പോകുന്നില്ല. ശോ, ഒരുപാട് പണിയുണ്ടല്ലോ. 3 മണിക്കല്ലേ? ഞാൻ എങ്ങനെയെങ്കിലും വരാൻ നോക്കാം. ഉല്ലാസക്കൂട്ടരികൾ കണ്ണിലളിഞ്ഞവളെ ഒന്നാട് തേനത് പ്രകാശം വന്നപ്പോ അണ്ടി പോയ അണ്ണാനെ പോലെ ഇരുന്നു. പ്രകാശ 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 ആ ഏട്ടാ, ഇനി പണിക്കൊന്നും വരുന്നില്ല. ഞാൻ മുക്കിന് കാണാൻ അവിടെ നിന്നു. ഞാൻ വരുന്നില്ല രാജേട്ടാ. പണിയില്ലാത്ത സമയത്ത് പണി കിട്ടിയിട്ട് എടാ ഷട്ടർ അടിക്കാനോടാ ഒരു പുലിൻ്റെ ഉള്ളിൽ. ഞാൻ വരുന്നില്ല രാജേട്ടാ. എന്നാ ഇന്ന് നേരെ നോക്കടാ, ഇന്ന് മോൻ പാടീനി എന്നാന്ന് ഒന്നുമില്ല രാജേട്ടാ. നമ്മൾ പറയടോ. രാജേട്ടന് അറിയാലോ, ഞാൻ എൻ്റെ മോളെ കഷ്ടപ്പെട്ടിട്ടുള്ള രാജേട്ടാ വളർത്തിയെടുത്തന്നെ. ഇപ്പൊ എന്താ ഇപ്പൊ ഈ വീടിന്റെ തന്നെ ലോൺ ഇന്നേ വരെ അടച്ചു തീർത്തിട്ട് തന്നെ ഇല്ല. അത് നമുക്ക് അടക്കാളോ പണിയായിട്ടില്ലേ. പക്ഷെ അതൊന്നുമല്ല രാജേട്ടാ വിഷമം. എൻ്റെ മോള് പേരൻസ് മീറ്റിങ്ങിന് സ്കൂളിൽ പോകുന്നതിന് എൻ്റെ മോക്ക് ഭയങ്കര വിഷമമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് നോക്കുമ്പോൾ ഓളെ കൂട്ടുകാരികളെല്ലാം ഞൊണ്ടീൻ്റെ മോള് എന്ന് വെച്ചിട്ട് ഓളെ കളിയാക്കുക ചെയ്തിന്. അത് മാത്രം എനിക്ക് വിദ്യാഭ്യാസം ഇല്ല ഓളിൻ്റെ രാജേട്ടാ. ചേട്ടനറിയാൽ ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടില്ല. അതിനൊന്നാളോ ഈ നല്ലോണം നോക്കുന്നില്ല അവരാ. പക്ഷെ അത് പറഞ്ഞ കാര്യമില്ലല്ലോ. ഈ മുടന്തായി പോയത് ഇപ്പൊ എന്റെ കുറ്റം കൊണ്ട് എല്ലാവരും പറയല. പക്ഷെ അതല്ല ചേട്ടാ, മോക്കാണെങ്കിൽ ഇനി അമ്മയെ പോവാൻ പോലും. അമ്മ പോയിട്ടില്ലെങ്കിൽ ഓള് സ്കൂളിലേ പോവില്ല പോലും. അങ്ങനെ പറഞ്ഞ ആ ഓളെടുത്തു രക്ഷിതാക്കളെ മീറ്റിംഗിൽ ഞാൻ വന്നാ മതി നമ്മളെ. ബെസ്റ്റ്. കൂട്ടാൻ പറ്റിയ ഒരാൾ, നല്ല ആളാ തൊണ്ട. ഇപ്പത്തെ പിള്ളറെല്ലാം ഉണ്ടാക്കുന്നതിന് പകരം 10 തൈ വെച്ചാൽ മതി. എങ്ങാമൻ ചതിക്കൂല. ഓഷാ പോടാ. ഇടക്കിടക്ക് തേങ്ങ പറിക്കണ്ടേ? നീയല്ലേ ഈ കാടെല്ലാം ഒന്ന് വൃത്തിയാവുള്ളൂ. എന്താ ചെയ്യ? എടാ സത്യ. ആ ഏട്ടാ. സത്യ, ഓ നീ ഇന്ന് പേപ്പർ വായിച്ചാ? ഇല്ല ഏട്ടാ. ചൈനയിൽ നിന്ന് റോബോട്ടിൽ ഇറക്കിയിട്ട് തെങ്ങ് ഒന്നിന് 20 ഉറുപ്പ്യ കൊടുക്കണ്ടു. നീ എത്ര എന്നോട് വാങ്ങുന്നത്? 60 ഉറുപ്പ്യ. ഇല്ല എന്നെ ഏട്ടാ. ഞാൻ നിന്നോട് കളവ് പറയുന്നു. ഞാൻ രാജീവനെ കാണട്ടെ, ഞങ്ങളുടെ യൂണിയൻ്റെ. നാളെ തന്നെ ഞങ്ങൾ നല്ലൊരു സമരം തുടങ്ങും. കാണിച്ചു തരാം. ഞാൻ 500 മറന്നിട്ടില്ല കേട്ടാ. ഇല്ല തരാം. കളി രാജനോടും. എല്ലാരും ഏട്ടാ, ഞാൻ ഇന്ന് പേപ്പർ വായിക്കുമ്പോ ഈ സംഭവം ഒന്നും കേട്ടിട്ടില്ലല്ലോ. എനിക്ക് കാറ്റ് മാറിയില്ല. ഞാൻ ഓനെ ഒന്ന് ഇളക്കിയല്ലടാ. ഒരു 500 ഉറുപ്പ്യ വാങ്ങിയിട്ട് എത്ര ഓട്ടോ എന്നെ നടത്തിച്ചെന്ന് അറിയാം. എനിക്ക് പണി കൊടുത്തല്ലേ. അത് പറ വാ സജ്ജിടും. Amina, oh, mine. Amina, oh, mine. പപ്പൻ്റെ ഏക്കണുള്ളത്. ഓൻ നടന്ന് കളിക്കുന്നു ചന്തയും കുലുക്കിയിട്ട്. ഓ മീനെ പിടിക്കുന്നിരിക്കണ്ട കേട്ടോ. ഇങ്ങനെയാ? Amina. നാണുണ്ടോടാ ഈ ഷഡ്ഡി എടുത്ത് ചന്തയും കുലുക്കിന്ന് ഡാൻസ് കളിക്കുക. പെണ്ണുങ്ങൾ വയോന്ന് സ്ഥലമല്ല അടക്കും. രാജേട്ടൻ, രാജേട്ടാ, ഇത് ബ്രസീലിലെ പാഷൻ രാജേട്ടൻ. ഇത് ബ്രസീലിലെ ഫാഷൻ ആയിരിക്കും. ഇതൊരു ആഭാസം. നിങ്ങൾ നാട് വിട്ട് പോകാതുകൊണ്ടാവും ഇത് മനസ്സിലായത്. ഡാൻസും ഓ ഓൾഡ് മാൻ. പ്രകാശ ഒരു മിനിറ്റ് ഇപ്പം വരാം.
അതാടാ വലിയ മീൻ അതാടാ. അങ്ങോട്ട് ഇട്. കണ്ടാ അതാ അങ്ങോട്ട് അങ്ങോട്ട്. ഓൻ്റെ ഒരു ഫാഷൻ കളി രാജനോട്. നീ ഇപ്പം ഇങ്ങനെ ചിരിച്ചു കണ്ടല്ലോ. ഓൻ്റെ ഓള് ബ്രസീലിലാണ്. ഓൻ്റെ ഓള് അടിപ്പാവാട കഴിച്ച് അവനാടെ നിന്ന്. എന്നിട്ട് ആകെ അന്നോട് ഇടാ ഓൻ്റെ കളി. ഓൻ്റെ ഒരു ഫാഷനും കൂണ്ടി പോലെ കളിക്കും. എന്നാ അത്രയൊന്നും വേണ്ട എൻ്റെ ചേട്ടാ വന്നങ്ങ് പറ്റിയിട്ടുണ്ടാവോ? ഓൻ പറ്റിയാലെന്നാ ഓൻ്റെ ഓള് നേഴ്സല്ലേ, ഭാര്യ കെട്ടി തുന്നി കെട്ടിക്കോളൂ. നീ ഹാപ്പിയല്ലോ അത് മതി.